2020 ക്രിക്കറ്റിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ സാന്നിധ്യമാണ് ഇന്ത്യ. ഓരോ IPL സീസണുകൾ കഴിയുമ്പോഴും പ്രതിഭകളുടെ വൻനിരയാണ് ഇന്ത്യൻ ടീമിലേക്ക് ഉയർന്നു വരുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കലണ്ടറിലെ തിരക്കുകൾക്കിടയിലും യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ BCCI പലപ്പോഴും അയർലൻഡ് പോലുള്ള രാജ്യങ്ങളിലേക്ക് ചെറിയ പരമ്പരകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇത്തവണ ജൂൺ മാസത്തിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യ-അയർലൻഡ് T20 പരമ്പരയിൽ ഇന്ത്യക്ക് ക്രിക്കറ്റ് ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ടീമിന്റെ നായകസ്ഥാനത്തും ഘടനയിലും വലിയ മാറ്റങ്ങളോടെയാണ് നീലപ്പട അയർലൻഡിന്റെ മണ്ണിലേക്ക് വിമാനം കയറുന്നത്. ജൂൺ 26-ന് ആദ്യ മത്സരവും ജൂൺ 28-ന് രണ്ടാം മത്സരവും നടക്കും. കേവലം 2 മത്സരങ്ങൾ മാത്രമുള്ള ഒരു കുട്ടി ക്രിക്കറ്റ് പരമ്പരയാണെങ്കിലും ഭാവി ഇന്ത്യൻ 2020 ടീമിന്റെ അടിത്തറ പാകുന്ന ഒന്നായിരിക്കും ഇത്. സൂര്യകുമാർ യാദവിന്റെ വിജയകരമായ നായകത്വത്തിന് ശേഷം ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. ഈ പരമ്പരയിലൂടെ ഇന്ത്യൻ ടീമിന്റെ പുതിയ നായകനായി ശ്രേയസ് അയ്യർ ചുമതലയേൽക്കുന്നു. പരിക്കുകളിൽ നിന്നും ഫോമില്ലായ്മയിൽ നിന്നും ശക്തമായി തിരിച്ചുവന്ന ശ്രേയസ് അയ്യർക്ക് തന്റെ ക്യാപ്റ്റൻസി മികവ് തെളിയിക്കാനുള്ള വലിയൊരു അവസരമാണിത്. IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഉൾപ്പെടെയുള്ള ടീമുകളെ നയിച്ച വലിയ പരിചയസമ്പത്തുള്ള ശ്രേയസിന് കീഴിൽ ഇന്ത്യ എങ്ങനെയുള്ള തന്ത്രങ്ങളായിരിക്കും പുറത്തെടുക്കുക എന്ന് കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. ശ്രേയസിന് കൂട്ടായി വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തെത്തുന്ന യുവ മുംബൈ ഇന്ത്യൻസ് താരം തിലക് വർമ്മയാണ്. ആഭ്യന്തര ക്രിക്കറ്റിലും IPL-ലും സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്ന തിലക് വർമ്മയ്ക്ക് ലീഡർഷിപ്പ് ഗ്രൂപ്പിലേക്ക് പ്രൊമോഷൻ ലഭിക്കുന്നത് ശുഭസൂചനയാണ്. കൂടാതെ ഈ പരമ്പരയിലെ ഏറ്റവും വലിയ ആകർഷണം വിപണിയിലെയും ക്രിക്കറ്റ് ലോകത്തെയും അത്ഭുത പ്രതിഭയായ 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശിയുടെ ടീമിലേക്കുള്ള വരവാണ്. ഇത്രയും ചെറിയ പ്രായത്തിൽ ഇന്ത്യൻ സീനിയർ ടീമിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ആധുനിക ക്രിക്കറ്റിലെ അപൂർവമായ സംഭവങ്ങളിൽ ഒന്നാണ്. യുവത്വവും പരിചയസമ്പത്തും കൃത്യമായി സമന്വയിപ്പിച്ച ഒരു ടീമിനെയാണ് സെലക്ടർമാർ ഈ പരമ്പരയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ടീമിൽ പല താരങ്ങൾ ഉണ്ടെങ്കിലും മലയാളി ക്രിക്കറ്റ് പ്രേമികളുടെ കണ്ണുകൾ എപ്പോഴും തിരിയുന്നത് സഞ്ജുവിലേക്കാണ്. പ്രതിഭയുണ്ടായിട്ടും പലപ്പോഴും ടീമിൽ സ്ഥിരമായ ഒരു അവസരം ലഭിക്കാതിരുന്ന സഞ്ജു തന്റെ കഠിനാധ്വാനം കൊണ്ടും സമീപകാലത്തെ തകർപ്പൻ ഫോം കൊണ്ടുമാണ് ഇന്ത്യൻ ടീമിലെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായി മാറിയത്. അയർലൻഡിനെതിരെയുള്ള ഈ 2 മത്സരങ്ങളിൽ നിന്നും സഞ്ജുവിനെ കാത്തിരിക്കുന്നത് അന്താരാഷ്ട്ര 2020 കരിയറിൽ ഒരു വമ്പൻ റെക്കോർഡാണ്. ഇന്ത്യക്കായി T20 ക്രിക്കറ്റിൽ 1500 റൺസ് തികയ്ക്കുന്ന 9ാമത്തെ മാത്രം ഇന്ത്യൻ താരം എന്ന ബഹുമതിയാണ് സഞ്ജുവിന് മുന്നിലുള്ളത്. നിലവിൽ ഇന്ത്യക്കായി 62 അന്താരാഷ്ട്ര 2020 മത്സരങ്ങളിൽ പാടണിഞ്ഞിട്ടുള്ള സഞ്ജു 1399 റൺസ് നേടിയിട്ടുണ്ട്. 1500 എന്ന മാന്ത്രിക സംഖ്യയിലെത്താൻ മലയാളി താരത്തിന് ഇനി വേണ്ടത് വെറും 101 റൺസ് മാത്രമാണ്. അയർലൻഡിനെതിരെയുള്ള 2 മത്സരങ്ങളിൽ നിന്നും സഞ്ജുവിന്റെ നിലവിലെ ബാറ്റിംഗ് ഫോം വെച്ച ഈ റൺസ് അനായാസം മറികടക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിൽ ഒന്നായിരുന്നു രാജസ്ഥാൻ റോയൽസുമായുള്ള ദീർഘകാലത്തെ ബന്ധം അവസാനിപ്പിച്ച് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറിയത്. രാജസ്ഥാന്റെ ക്യാപ്റ്റനായി വർഷങ്ങളോളം തിളങ്ങിയ താരം MS ധോണിയുടെയും ചെന്നൈ ആരാധകരുടെയും കോട്ടയായ ചെപ്പോക്കിലേക്ക് എത്തിയപ്പോൾ വലിയ ചർച്ചകൾക്കാണ് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത്. എന്നാൽ 2026 IPL സീസണിൽ ചെന്നൈക്കായി പാഴണിഞ്ഞ സഞ്ജു വിമർശകരുടെ വായടുപ്പിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചതും. പുതിയ ടീം, പുതിയ അന്തരീക്ഷം, പുതിയ റോളുകൾ എന്നിവയെല്ലാം അതീവ സൗമ്യതയോടെ നേരിട്ട സഞ്ജു ചെന്നൈയുടെ വിശ്വസ്തനായി മാറി. IPL 2026-ലെ സഞ്ജുവിന്റെ കളിയിലെ വിലയിരുത്തലുകൾ പരിശോധിച്ചാൽ ആകെ കളിച്ച ഇന്നിംഗ്സുകൾ 14, നേടിയ ആകെ റൺസ് 477, സെഞ്ചുറികൾ 2, അർദ്ധ സെഞ്ചുറി 1. ഒരു IPL സീസണിൽ 2 സെഞ്ചുറികൾ നേടുക എന്നത് സഞ്ജുവിന്റെ ബാറ്റിംഗ് താണ്ഡവത്തിന്റെ തെളിവാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഈ സീസണിലെ ഏറ്റവും വലിയ റൺവേട്ടക്കാരനായിരുന്നു സഞ്ജു. മധ്യനിരയിലും ടോപ്പ് ഓർഡറിലും ഒരേപോലെ തിളങ്ങാൻ കഴിഞ്ഞ സഞ്ജു ചെന്നൈ ടീമിന്റെ ഭാവിയുടെ വാഗ്ദാനമായി മാറിക്കഴിഞ്ഞു. വരാനിരിക്കുന്ന സീസണുകളിലും ചെന്നൈയുടെ ബാറ്റിംഗ് തന്ത്രങ്ങളുടെ കേന്ദ്രബിന്ദു സഞ്ജുവായിരിക്കുമെന്ന് മാനേജ്മെന്റ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അയർലൻഡിലെ മാലഹൈഡ് പോലുള്ള ഗ്രൗണ്ടുകളിലെ പിച്ചുകൾ പൊതുവെ പേസ് ബൗളർമാരെയും അതോടൊപ്പം തന്നെ ബാറ്റിങ്ങിനെയും തുണയ്ക്കുന്നവയാണ്. കനത്ത കാറ്റും തണുപ്പുള്ള അന്തരീക്ഷവും ഉള്ളതിനാൽ പന്ത് നന്നായി സ്വിംഗ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. സഞ്ജുവിന്റെ ബാറ്റിംഗ് ശൈലി എപ്പോഴും ക്ലീൻ ഹീറ്റിങ്ങിനെ ആശ്രയിച്ചുള്ളതാണ്. പന്തിന്റെ മെറിറ്റ് നോക്കി കൃത്യമായ ടൈമിങ്ങോടെ സിക്സറുകൾ പായിക്കാനുള്ള സഞ്ജുവിന്റെ കഴിവ് അയർലൻഡിലെ ചെറിയ ബൗണ്ടറികളുള്ള ഗ്രൗണ്ടുകളിൽ ഇന്ത്യക്ക് വലിയ മുൻതൂക്കം നൽകും. കഴിഞ്ഞ തവണ ഇന്ത്യ അയർലൻഡ് സന്ദർശിച്ചപ്പോഴും സഞ്ജു മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള ചരിത്രവുമുണ്ട്. തുടക്കത്തിൽ തന്നെ ക്രീസിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ അതിവേഗ സ്കോർ ഉയർത്താൻ സഞ്ജുവിന് കഴിയുന്നു. പവർ പ്ലേ ഓവറുകളിൽ കൃത്യമായി റൺസ് കണ്ടെത്താനും ഡെത്ത് ഓവറുകളിൽ വിനാശകാരിയായി ഫിനിഷറാകാനും സഞ്ജു പ്രാപ്തനാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം നിലനിർത്തുക എന്നത് എപ്പോഴും കഠിനമായ കാര്യമാണ്. വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായി നിലവിൽ ഇന്ത്യൻ ടീമിൽ വലിയ മത്സരമാണ് നടക്കുന്നത്. ഋഷഭ് പന്ത്, ഇഷാൻ കിഷൻ, ജിതേഷ് ശർമ്മ, ധ്രുവ് ജുറേൽ തുടങ്ങിയ പ്രതിഭകൾ പുറത്ത് കാത്തിരിക്കുമ്പോൾ സഞ്ജുവിന് ഓരോ മത്സരവും നിർണായകമാണ്. അയർലൻഡ് പരമ്പരയിൽ ലഭിക്കുന്ന 2 മത്സരങ്ങളിലും വലിയ സ്കോറുകൾ കണ്ടെത്തുക എന്നത് സഞ്ജുവിനെ സംബന്ധിച്ചും അനിവാര്യമാണ്. വെറും ഒരു 30 അല്ലെങ്കിൽ 40 റൺസ് എന്നതിനപ്പുറം മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സുകൾ കളിച്ചാൽ മാത്രമേ വരാനിരിക്കുന്ന വലിയ ടൂർണമെന്റുകളിലും ലോകകപ്പ് ടീമുകളിലും സഞ്ജുവിന് തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ കഴിയും. സഞ്ജു എന്ന ക്രിക്കറ്റർ മലയാളിക്ക് വെറും ഒരു കായിക താരം മാത്രമല്ല, മറിച്ച് ഒരു വികാരമാണ്. പ്രതിസന്ധികളിലും അവഗണനകളിലും തളരാതെ പുഞ്ചിരിയോടെ പോരാടുന്ന സഞ്ജുവിന്റെ ശൈലി ഒരുപാട് യുവാക്കൾക്ക് പ്രചോദനമാണ്. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി നടത്തിയ മിന്നും പ്രകടനം താരം അന്താരാഷ്ട്ര തലത്തിലും ആവർത്തിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ്
ആരാധകർ. പുതിയ നായകൻ ശ്രേയസ് അയ്യരുടെ കീഴിൽ ഇന്ത്യ അയർലൻഡിനെതിരെ പരമ്പര നേടുമെന്നും ഒപ്പം സഞ്ജു തന്റെ കരിയറിലെ 1500 റൺസ് എന്ന നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്ര താളുകളിൽ ഇടം നേടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ജൂൺ 26-നായി കാത്തിരിക്കാം, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആ നീല വസന്തത്തിന്റെ തുടക്കത്തിനായി.